എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്ന് കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്, മാമ്പഴ പുളിശ്ശേരി. മാമ്പഴത്തിന് മധുരമാണ്, അതിനകത്ത് അല്പം കൂടെ മധുരം ചേർക്കും, പിന്നെ കുറച്ച് പുളിശ്ശേരി ചേർത്ത് അത് പുളിയുമാക്കും. അങ്ങനെ നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. എനിക്ക് കുറച്ച് ചക്കര മാങ്ങ കിട്ടിയതാണിത്. അപ്പോൾ ഇതിൻ്റെ തോല് വേണ്ട, അല്ലെങ്കിൽ തൊലി വേണ്ട, അത് നമ്മളൊന്ന് ഉരിച്ച് കളയണം. ചക്കര മാങ്ങയാണ്, ഭയങ്കര മധുരമാണ് ഒന്നാമത്. ഇപ്പം ഏത് മാങ്ങ വേണമെങ്കിലും വെച്ച് നമുക്ക് ചെയ്യാം. ഇനിയിപ്പം അൽഫോൺസ് മാങ്ങ ആയാലും കുഴപ്പമില്ല, ഏത് മാങ്ങയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ മാങ്ങയെല്ലാം ഞാൻ അതിൻ്റെ തൊലിയൊന്ന് ഉരിച്ച് മാറ്റി വെച്ചു. ഇനിയും ഈ തൊലിയുണ്ടല്ലോ, അതിന് മധുരം ഉണ്ടാവും, അപ്പോൾ അത് കളയണ്ട നമ്മൾ. ഇത് മാങ്ങ നല്ലപോലെ കഴുകിയതായിരുന്നു ആദ്യമേ. അപ്പോൾ അതിലേക്ക് അല്പം ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം ആ മാങ്ങയിലുള്ള മധുരം കൂടെ നമുക്കിഞ്ഞ് എടുക്കണം. അപ്പോൾ അത് ഞെരടി എടുത്താൽ മതി. ഇങ്ങനെ തൊലി ഇടണ്ടെന്നേ ഉള്ളൂ. ഇത് നമുക്ക് ഈ മാങ്ങയ്ക്കകത്തേക്ക് ഒഴിക്കാം. അതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. അപ്പോൾ നമുക്ക് ആ മാമ്പഴം ഒന്ന് നന്നായിട്ട് തിളച്ച് വേകാനായിട്ട് വെക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ട് വേണം നമുക്ക് അല്പം ഉപ്പും ശർക്കരയും ചേർക്കാം. അപ്പോഴത്തേനും നമുക്ക് അരപ്പും ശരിയാക്കാം. അരപ്പിനായിട്ട് നമുക്ക് വറ്റൽമുളക്, എരി കുറച്ച് മതി, പ്രത്യേകിച്ച് മധുരക്കറി ആയതുകൊണ്ട് എരി സാധാരണക്കാട്ടിലും കുറച്ച് മതി. അതിലേക്ക് നമുക്ക് തേങ്ങ ഇടാം, പിന്നെ ജീരകം, ഒരല്പം ഉപ്പും. ഇത്രയാണ് അരപ്പ്. പകുതി ഉപ്പ് നമ്മൾ മാങ്ങയ്ക്കകത്ത് നേരെ ഇടാം, ഇത് അരപ്പിൻ്റെ കൂടെ ചേർക്കാനായിട്ട്. ഒരല്പം വെള്ളം ചേർത്ത് നമുക്കത് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിപ്പം നന്നായിട്ട് തിളച്ച് മാങ്ങ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ശർക്കര ഇടുകയാണ്. ഞാൻ ശർക്കര കഷ്ണങ്ങളായിട്ട് ഇടാറില്ല, കാര്യം അതിൽ കല്ലുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ശർക്കര ഇങ്ങനെ പാനിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരല്പം പുളിയുള്ള, ഒരുപാടല്ല എങ്കിലും ഒരല്പം പുളിയുള്ള മോരൊഴിക്കാം. നല്ല കൊഴുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് അരപ്പോട് ചേർത്താൽ മതി. നല്ലതുപോലെ പഴുത്ത മാങ്ങയാണെങ്കിൽ നന്നായിട്ട് വെന്തുടയുള്ളൂ. കുറച്ച് പച്ചക്കറിവേപ്പില ഇടാം. കറിവേപ്പില എന്താ ഇതുവരെ രംഗപ്രവേശം ചെയ്യാഞ്ഞെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നായിരിക്കുമല്ലോ നിങ്ങളും, അല്ലേ? കാര്യം കറിവേപ്പില എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കറിവേപ്പില ഇട്ടു. തൈരൊക്കെ ചേർക്കുമ്പം അതിൻ്റെ തീ ഒന്ന് കുറച്ച് വയ്ക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഈ തേങ്ങ അരപ്പും അതുപോലെ തന്നെ മോരും എല്ലാം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം തിളപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒന്ന് ചെറുതായിട്ടൊരു നല്ലപോലെ നാവി വന്നാൽ മതി. അപ്പോഴത്തേനും നമുക്ക് അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി കടുക് വറുക്കാം. കടുക് വറുക്കുന്നത് ഭയങ്കര ഈസിയാണ്. മധുരം, ഒരു ചെറിയ പുളി, ഒരു ചെറിയ എരി, അതുപോലെ തന്നെ ഉലുവയുടെ ഫ്ലേവർ, അതാണ് മെയിനായിട്ട് ഈ മാങ്ങാക്കറിയുടെ ടേസ്റ്റ്. തേങ്ങ അരയ്ക്കുന്നത് ബേസിലുണ്ട്, എന്നാൽ പോലും ഇതൊക്കെയാണ് ഇതിന് എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കുന്നത്. കടുകും കൂടെ വറുത്ത് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. പാത്രം ചൂടാകുന്ന ഉടനെ നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുന്ന ഉടനെ നമുക്ക് കടുകിടാം. അത് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. അത് പൊട്ടാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക്, അതിനുശേഷം ഉലുവാപ്പൊടി. അപ്പോൾ നമ്മുടെ കടുക് ഇവിടെ കഴിഞ്ഞു. കടുക് വറുത്തത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്താൽ മാമ്പഴ പുളിശ്ശേരി കൂട്ടാൻ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.